കുതിരാൻ പാലത്തിൽ ഇന്നോവ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നുപോയി. സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എത്ര മണിക്കായിരുന്നു? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഈ കുതിരാൻ ഭാഗത്ത് ഈ അപകടമുണ്ടാകുന്നത്. ഈ കുതിരാന്റെ ഒരു ഭാഗം, ഈ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതിനെ തുടർന്ന് ഏറെ നാളായി ഒരു വശത്തുകൂടി മാത്രമാണ് ഈ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത്. ഈ കുടുംബം ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയത്തേക്ക് വരികയായിരുന്നു. വരുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് ഈ വാഹനം ഈ ഓപ്പോസിറ്റ് വന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് ഫയർഫോഴ്സും പോലീസും എല്ലാം എത്തി. പക്ഷേ ഈ ലോറിയിൽ നിന്ന് ഇന്നോവ വേർപെടുത്താൻ കഴിയാത്തത് ഇവരെ രക്ഷിക്കുന്നതിന് ഏറെ പ്രയാസകരമായി. പിന്നീട് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇത് രണ്ടും വേർപെടുത്തി ഇവരെ രക്ഷിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവർ തൃശ്ശൂരിലെ വിവിധ ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ കോട്ടയം സ്വദേശികൾ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 3 പേരെ തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും 2 പേരെ അശ്വിനി ആശുപത്രിയിലും ഒരാളെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ അശ്വിനി ആശുപത്രിയിലും അതുപോലെ തന്നെ ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചവരുടെ പരിക്ക് ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ഒരു ഗർഭിണിയായ സ്ത്രീയും ഉൾപ്പെടുന്നുണ്ട്. 2 സ്ത്രീകളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കോട്ടയം സ്വദേശികൾ ആയിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ട്രക്കിലേക്ക് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് ഈ വാഹനം ഇടിച്ചു കയറുകയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. SK 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.